അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം പറയാൻ പോകുന്നത് നബിയുടെ പെങ്ങളെക്കുറിച്ചാണ്. അത് കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ഒരു സന്ദേഹം ഉണരും. നബിക്ക് പെങ്ങളോ? ആമിന അബ്ദുള്ള ദമ്പതികൾക്ക് നബി എന്ന ഒരൊറ്റ ആൺകുട്ടി മാത്രമല്ലേ ഉള്ളൂ? മറ്റൊരു കുട്ടികളും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ പെങ്ങൾ? കഥ പറയാം. അതിനു മുമ്പ് ചെറിയ ഒരാമുഖം വേണ്ടതുണ്ട്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 8-ാം വർഷം മക്ക മോചിപ്പിച്ചെടുത്തപ്പോൾ ആ വിവരം അറേബ്യയിലാകെ പടർന്നു. തായിഫിലും ഈ വിവരമെത്തി. അവിടെ പ്രധാനികളായ ആൾക്കാരെ ഈ വാർത്ത ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. മുഹമ്മദ് മദീന കീഴ്പ്പെടുത്തി. മദീന പണ്ടത്തെ യഥരിബല്ല, അതിപ്പോൾ മദീനത്തുൻ നബി എന്ന നബിയുടെ സ്വന്തം നഗരമായി മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ മക്കയും മുഹമ്മദ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇനി ഈ പരിസരത്ത് ആകെയുള്ള ഏക നഗരം മക്കയിൽ നിന്ന് വെറും 75 കിലോമീറ്റർ അകലെയുള്ള തായിഫ് നഗരമാണ്. ആയതുകൊണ്ട് ഇനി തായിഫിനെ ആയിരിക്കും മുഹമ്മദ് കീഴടക്കുക എന്ന ഒരു ധാരണ തായിഫിലെ പ്രധാനികൾക്കിടയിൽ വന്നു. അവരെല്ലാവരും പെട്ടെന്ന് അടിയന്തരമായൊരു യോഗം ചേർന്നു. എന്നിട്ട് ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ അവരെല്ലാവരും വലിയ അംഗീകാരം നൽകുന്ന മാലിക് ബിൻ ഔഫ് ആയിരുന്നു. മാലിക് ബിൻ ഔഫ് പറഞ്ഞു, ഇനി എന്തായിരുന്നാലും നമ്മൾ നന്നായി കരുതിയിരിക്കണം. ഏത് സമയവും തായിഫിന് നേരെ ഒരാക്രമണം ഉണ്ടാവാം. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങോട്ട് മുഹമ്മദ് ആക്രമിക്കുന്നതിന് മുമ്പ് മുഹമ്മദിന് തടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ആക്രമണം നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ്. ഇപ്പോൾ മുഹമ്മദും അനുയായികളും മക്കയിലാണുള്ളത്. ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, മക്കയെ ആക്രമിക്കാം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ അവിടെ പുരോഗതിപ്പെട്ടു. മാത്രമല്ല മാലിക് ബിൻ ഔഫ് പറഞ്ഞു, മുസ്ലിമീങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം, അതാണ് അവരുടെ പോളിസി. അതുകൊണ്ട് അവർ പിന്തിരിഞ്ഞോടുക എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുക എന്ന് പറയുന്ന ഒന്നുണ്ടാവില്ല. നമ്മളാൾക്കാർ അങ്ങനെയല്ല. അവർ ഗത്യന്തരമില്ലാതെ വന്നാൽ അവർ പിന്തിരിഞ്ഞോടും. ആയതുകൊണ്ട് നമ്മുടെ ആൾക്കാർ പിന്തിരിയാതിരിക്കാൻ എൻ്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ കന്നുകാലികളെയും ആടുമാടുകളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും നമ്മുടെ അടിമകളെയും എല്ലാം ഒപ്പം കൊണ്ടുപോവുക. അവരെയെല്ലാം നമ്മുടെ പിന്നിൽ നിലനിർത്തുക, നിരയായി നിർത്തുക. എന്നിട്ട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് പിന്തിരിഞ്ഞോടാൻ കഴിയില്ല, നമുക്ക് മാനക്കേടുണ്ടാവും. ആയതുകൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞോടുകയില്ല. ഇത് നല്ലൊരു ഐഡിയ ആണ്, ഒരാശയമാണ് എന്ന് പലർക്കും തോന്നി. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ പിന്നെ വേറെ ആർക്കും മറ്റൊന്നും അതിനെ സംബന്ധിച്ച് പറയാൻ ഉണ്ടാവാറില്ല. അതുകൊണ്ട് അത് തീരുമാനമായി. ഈ ചർച്ചയും വിവരങ്ങളുമെല്ലാം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മക്കയിലേക്ക് ഒരു സേന ഇരച്ചു കയറുകയും ഒരാക്രമണം ഉണ്ടാവുകയും ചെയ്യുക എന്നത് നബിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പായി നമുക്ക് അങ്ങോട്ട് പോകാം എന്ന ഒരു തീരുമാനം നബി എടുക്കുകയുണ്ടായി. അങ്ങനെ നബി മക്ക വിജയത്തിന് വേണ്ടി തന്നോടൊപ്പം മദീനായിൽ നിന്ന് വന്ന 10,000 ആൾക്കാരെയും മക്കയിൽ നിന്നുള്ള നവവിശ്വാസികളായ 2,000 ആൾക്കാരെയും അങ്ങനെ 12,000 ആൾക്കാരെയും കൊണ്ട് തായിഫിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മാലിക് ബിൻ ഔഫിൻ്റെ നേതൃത്വത്തിലുള്ള സേന മക്കയിലേക്ക് ഇങ്ങോട്ടും വരുന്നുണ്ട്.
രണ്ട് സേനയും മുഖാമുഖം കണ്ടത് ഹുനൈൻ എന്ന സ്ഥലത്ത് വച്ചായിരുന്നു. തുടക്കത്തിൽ ചില താളപ്പിഴവുകളൊക്കെ മുസ്ലിം സേനയ്ക്ക് പറ്റി. പക്ഷെ അധികം വൈകാതെ തന്നെ അവർ വിജയം തിരിച്ചു പിടിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗനീമത്താണ് അന്ന് കിട്ടിയത്. കാരണം എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ്. അതെല്ലാം ഇട്ടേച്ചാണ് അവർ ഓടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗനീമത്താണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നബിയുടെ ജീവിത കാലഘട്ടത്തിൽ അത്ര വലിയ ഒരു ഗനീമത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഗനീമത്തുകളെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിൽ നിന്ന് ഒട്ടധികം അകലെയല്ലാത്ത ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരികയാണ്. അത് ആ പ്രദേശത്തിൻ്റെ പേര് ജിഅറാന എന്നാണ്. അവിടെ എത്തി അവിടെയെല്ലാം നിലനിർത്തി അവിടെ വെച്ച് രണ്ട് കാര്യങ്ങളാണ് നബി ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഗനീമത്തായി കിട്ടിയ സമ്പാദ്യം മുഴുവനും ഓഹരി വെക്കണം. രണ്ടാമത്തേത്, അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉംറ ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഇഹ്റാം ചെയ്യുകയും വേണം. നബിയുടെ മൂന്നാമത്തെ ഉംറ ജിഅറാനയിൽ നിന്നുള്ളതായിരുന്നു, നമുക്കറിയാം. അങ്ങനെ തൻ്റെ സൈനിക സഹാബിമാരെല്ലാവരും ആടുമാടുകളെയും അടിമകളെയും പിടികൂടപ്പെട്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നതിനിടയിൽ ഒരു സ്ത്രീ ഒരു സൈനികനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നേതാവിനെ ഒന്ന് കാണണം. അപ്പോൾ ആ സൈനികൻ ചോദിച്ചു, അതെന്തിനാ? ആ സ്ത്രീ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തോട് പറയാം. അത് കേട്ടപ്പോൾ സൈനികൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ സ്ത്രീയെ കൊണ്ടുപോയി. നബിയെ, കാരണം അവിടെ ഒരുപാട് അനുവാദങ്ങളോ ഒരുപാട് കാത്തുനിൽപ്പുകളോ ഒന്നും ആവശ്യമില്ല. മഹാനായ നബി സുൽത്താനാണ്, ഭരണാധികാരിയാണ്, നേതാവാണ്. പക്ഷേ നബി ഒരു സാധാരണ വിനയാന്വിതനായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. സൈനികൻ ചെന്നുകൊണ്ട് ഈ സഹോദരിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഈ സഹോദരിക്ക് അങ്ങോട്ട് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നു, അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തി ചോദിച്ചു, എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മുഹമ്മദ്, ഞാൻ താങ്കളുടെ സഹോദരിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. സഹോദരിയോ? നബി പലതും ആലോചിച്ചു. ആ സ്ത്രീയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. ഒരിക്കലും നബിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉടനെ നബി ചോദിച്ചു, നീ എൻ്റെ സഹോദരിയോ? ഏതർത്ഥത്തിലുള്ള സഹോദരിയാണ് നീ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഷൈമ ബിന്തുൽ ഹാരിസാണ്, അതായത് ഹലീമത്തു സഅദിയയുടെ മകൾ. താങ്കൾ എൻ്റെ ഉമ്മയുടെ മുല കുടിച്ച് വളരുന്ന കാലത്ത് ഞാനും അവിടെ ഉമ്മയുടെ മുല കുടിച്ച് വളരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുലകുടി വഴി ഞാനും താങ്കളും സഹോദരന്മാരാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് അതിന് തെളിവ്? ഷൈമയുണ്ടായിരുന്നു, ഞാൻ സമ്മതിക്കാം. പക്ഷേ നീയാണ് ആ ഷൈമ എന്നതിനെന്താണ് തെളിവ്? കാരണം കാലം മനുഷ്യനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് പ്രായമാണ്. 4 വയസ്സ് വരെ പ്രായമുള്ള കാലത്താണ് ഈ ഷൈമാൻ്റെ ഒപ്പം ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ ഷൈമ കാണിച്ചു കൊടുത്തു തൻ്റെ ശരീരത്തിലെ ഒരു പാട്. അന്ന് കുട്ടിക്കാലത്ത് നിങ്ങൾ എന്നെ കടിച്ച പാടാണ് ഇത് എന്ന് പറഞ്ഞു. അതോടെ നബിക്ക് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ പെങ്ങൾ എന്ന വികാരം മനസ്സിലേക്ക്, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ് പെങ്ങൾ എന്ന് പറയുന്ന വികാരം.
നബി തൻ്റെ തട്ടം വിരിച്ചു കൊടുത്തു. ഷെയ്മയോട് അതിലിരിക്കാൻ പറഞ്ഞു. കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. വീട്ടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, മക്കളെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. മഹാനായ നബിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ തന്നോട് ഏറ്റവും വലിയ സ്നേഹവും കരുതലും കാണിച്ചിരുന്ന ആളാണ് ഷെയ്മ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നബിയെ ആമിന ബീവി ഹലീമ ബീവിയുടെ അടുക്കൽ മുല കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കി. സാധാരണ മുല കൊടുക്കേണ്ട പ്രായം 2 വയസ്സാണ്. 2 വയസ്സ് കഴിഞ്ഞിട്ടും ഹലീമ ബീവി 4 വയസ്സ് വരെ 2 വർഷക്കാലം കുട്ടിയെ തിരിച്ചു കൊടുത്തില്ല. ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ വാശിക്കാരിയായ ഒരു പെങ്ങളായിരുന്നു. ആ പെങ്ങളാണ് നബിയുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷെയ്മായുടെ നിർബന്ധമായിരുന്നു സത്യത്തിൽ അന്ന് മുഹമ്മദ് ഇവിടെ തന്നെ നിൽക്കണമെന്ന്. മാത്രമല്ല എപ്പോഴും വളരെ അഭിമാനത്തോടുകൂടെ തൻ്റെ ആങ്ങള വളർന്ന് വലുതാകുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു പ്രകൃതക്കാരി കൂടിയായിരുന്നു ഷെയ്മ. അന്നൊരിക്കൽ ഷെയ്മ അഭിമാനത്തോടെ പാടിയിട്ടുണ്ട്, യാ റബ്ബന ഇബ്ഖി ലനാ മുഹമ്മദ ഹത്താ അറാഹു യാഫിഅൻ വ അംറദ. മുഹമ്മദിനെ ഇവിടെ തന്നെ നിലനിർത്തണേ റബ്ബേ, ഒരു കുമാരനായി യാഫി ആയ ഒരു അമ്രതായി കാണാൻ കഴിയുന്ന അത്ര കാലമെങ്കിലും ഇവിടെ നിർത്തണം എന്ന്. സുമ്മ അറാഹു സയ്യിദൻ മുസവ്വിദ വഅതിഹി ഇസ്സൻ യദൂമു അബദ. പിന്നെ എല്ലാവരെയും നയിക്കുന്ന ഒരു നായകനാകാനും എല്ലാ കാലവും നിലനിൽക്കുന്ന അഭിമാനത്തിൻ്റെ ഉടമയാകാനും എല്ലാമുള്ള ഭാഗ്യം നൽകണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു സ്നേഹപ്പെങ്ങളായിരുന്നു ഇത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹത്തിൽ വീണ്ടും ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അലിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷെയ്മാവിനോട് ചോദിച്ചു, ഷെയ്മ, നീ എന്നോട് കൂടെ മദീനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, നിനക്ക് മക്കയിൽ താമസിക്കണമെന്നുണ്ടോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഷെയ്മ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലേക്ക് തായിഫിലെ ബനു സാദിലേക്ക് തന്നെ മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. നബി പറഞ്ഞു, എന്നാൽ അങ്ങനെയാവട്ടെ, യാതൊരു കുഴപ്പവുമില്ല. നബി ഷെയ്മയെ യാത്രയാക്കി പോകുമ്പോൾ 3 അടിമകളെയും ഒരു വൃത്തിയായ അടിമ സ്ത്രീയെയും ഏതാനും ആടുകളെയും മാടുകളെയും എല്ലാം ഷെയ്മന് നൽകുകയുണ്ടായി. ഷെയ്മ എപ്പോഴും ആ സ്നേഹം നെഞ്ചിൻ കൂടിനകത്ത് കാത്തു സൂക്ഷിക്കുമായിരുന്നു. പിന്നെ നബി വഫാത്തായി കഴിഞ്ഞപ്പോൾ അറേബ്യയിലെ എല്ലാ ജനങ്ങളും എന്നോണം മുർത്തദ്ദുകളായി മാറിയപ്പോൾ അതിൽ ഷെയ്മയുടെ കുടുംബം ഉറച്ചു നിന്നു, മുർത്തദ്ദാവാതെ. അതായത് ജീവിതകാലം മുഴുവനും ആങ്ങളയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അഭിമാനപൂർവം ഈ പെങ്ങൾ കാത്തുവച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.